ഇന്ന് അടമാങ്ങ അതായത് ഉണക്കമാങ്ങ വെച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള അച്ചാർ തയ്യാറാക്കാം. ഒരു പാത്രത്തിലേക്ക് മാങ്ങ മാറ്റിയതിന് ശേഷം ആവശ്യത്തിന് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ മാങ്ങ മുങ്ങിക്കിടക്കുന്ന പരുവത്തിൽ വേണം ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇത് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. അരമണിക്കൂറിന് ശേഷം ഒരു കടായി അടുപ്പിൽ വെച്ച് ചൂടാകുന്ന സമയത്ത് 100 ഗ്രാം നല്ലെണ്ണ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം. കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം അരക്കപ്പ് വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നുറുക്കിയതും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ കളറൊന്ന് ചേഞ്ച് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് 3, 4, 5 വറ്റമുളക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അച്ചാറിന് എപ്പോഴും നല്ലത് നല്ലെണ്ണയാണ് കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 4 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി 1/2 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് കായം 1 ടീസ്പൂൺ കണക്കാക്കി കായം കൂടി ചേർത്തിട്ട് ലോ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. പൊടികളുടെ പച്ച ടേസ്റ്റ് മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. പൊടി ഒട്ടും തന്നെ മൂത്ത് പോകാനായിട്ട് പാടില്ല. ഇനി മാങ്ങയ്ക്ക് പുളി കുറവായതുകൊണ്ട് 2 ടേബിൾ സ്പൂൺ വിനാഗിരി കൂടി ചേർത്തിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി അടുത്തായിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി എരിവും പുളിയൊക്കെ ബാലൻസ് ചെയ്യാനായിട്ട് 1 കഷ്ണം ശർക്കര ചേർത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് തിള വന്ന് തുടങ്ങുന്ന സമയത്ത് ഊറ്റി വെച്ചിരിക്കുന്ന മാങ്ങ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി മാങ്ങ കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം 3-4 മിനിറ്റ് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. മാങ്ങയിൽ അത്യാവശ്യം ഉപ്പുള്ളതുകൊണ്ട് ഇതിലേക്ക് പ്രത്യേകിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല. ഗ്രേവിയൊക്കെ കുറിയിട്ട് മാങ്ങ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, പാകത്തിന് കുക്കായിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് വാങ്ങി വെക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല റെസിപ്പികൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.